നാലാം ക്ലാസ്സിലെ കുട്ടികളുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററായ ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നതിലെ ആക്ടിവിറ്റീസാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൻ്റെ മലയാളം എക്സ്പ്ലനേഷൻ ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. ഈ പാഠഭാഗത്തിലെ ഫസ്റ്റിലെ ആക്ടിവിറ്റി 1, ദി ഫയർമാൻ ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഫയർമാൻ ദിൽനയ്ക്ക് ഒരു അവാർഡ് കൊടുത്തു. ഗേവ് ആൻ അവാർഡ് ടു ദിൽന. ഷീ ബിക്കേം വെരി ഹാപ്പി. അവൾ വളരെ സന്തോഷിച്ചു. ഷീ ബ്രോട്ട് ഹെർ ഫീലിങ്സ് ഇൻ ഹെർ ഡയറി. അവൾ അവളുടെ ഫീലിങ്സ് ഡയറിയിൽ എഴുതി, ബ്രോട്ട് ചെയ്തു. വാട്ട് വുഡ് ബി ഹെർ ഡയറി എൻട്രി. എന്തായിരിക്കും അവളുടെ അന്നത്തെ ദിവസത്തെ ഡയറി. ഇപ്പോൾ ഡയറിയുടെ ഫോർമാറ്റ് ഇവിടെ തന്നിട്ടുണ്ട്. ഡയറിന്ന് ഹെഡ്ലൈൻ കൊടുക്കണം, ഡേറ്റും ഡേയും എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന അവളുടെ ഫീലിങ്ങോടെ സ്റ്റാർട്ട് ചെയ്യണമല്ലേ. ഐ ബിക്കെയിം എ റിയൽ ഹീറോ ടുഡേ. ഞാൻ ഇന്ന് ഒരു റിയൽ ഹീറോ ആയിരുന്നില്ലേ. ഇന്നത്തെ ദിവസം കഴിഞ്ഞ കാര്യമാണ് അന്ന് രാത്രി ഡയറിയിൽ എഴുതുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ എന്താണ് ഒരു റിയൽ ഹീറോ ആയിരുന്നു. അങ്ങനെ ഒരു ഫീലിങ്ങോടെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഇവിടെ സ്റ്റാർട്ടിങ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കി നമ്മൾ എഴുതിയാൽ മതി. ടുഡേ ഐ സേവ്ഡ് മൈ മദർ ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ. അല്ലേ, ഇന്ന് ഞാൻ എൻ്റെ അമ്മയെ സേവ് ചെയ്തു, രക്ഷിച്ചു. ഫ്രം എ ഡേഞ്ചറസ് സിറ്റുവേഷൻ, ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന്, അപകടകരമായിട്ടുള്ള ഒരു കാര്യത്തിൽ നിന്നും എൻ്റെ അമ്മയെ ഞാൻ ഇന്ന് സേവ് ചെയ്തു, രക്ഷിച്ചു. When me and Isaac came back to the kitchen after our play, we found our mother was lying on the floor. ഞാനും ഇസാക്കും കിച്ചണിലേക്ക് വന്നപ്പോൾ, തിരിച്ചു വന്നപ്പോൾ, ആഫ്റ്റർ അവർ പ്ലേ, നമ്മളെ കളിക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ, വി ഫൗണ്ട്, ഞങ്ങൾ കണ്ടു, അവർ മദർ വാസ് ലൈയിങ് ഓൺ ദി ഫ്ലോർ. അല്ലേ, ഞങ്ങളുടെ അമ്മ ആ ഫ്ലോറിൽ നിലത്ത് ലൈ ചെയ്യുന്നത്, കിടക്കുന്നത് കണ്ടു, കിടക്കുകയായിരുന്നു. ഐ റിയലി സ്കെയർഡ് ആക്ച്വലി. അല്ലേ, ഞാൻ ശരിക്ക് പേടിച്ചിരുന്നു, സ്കെയർ ചെയ്തിരുന്നു. ബട്ട് ഐ ആം ദി എൽഡർ കിഡ്. പക്ഷേ ഞാനാണ് ആ വീട്ടിലെ മൂത്ത കുട്ടിയിലെ എൽഡർ കിഡ്, ഏറ്റവും വലിയ കുട്ടി. സോ ഐ വാണ്ട് ടു ഡു സംതിങ് ടു സേവ് മൈ മദർ. അതുകൊണ്ട് തന്നെ എനിക്കെന്തെങ്കിലും ഒന്ന് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ ചെയ്യണമായിരുന്നു. അല്ലേ, അതുകൊണ്ട് സോ ഐ വാണ്ട് ടു ഡു സംതിങ്, എനിക്കെന്തെങ്കിലും ചെയ്യണമായിരുന്നു. ടു സേവ് മൈ മദർ, എൻ്റെ അമ്മയെ രക്ഷിക്കാൻ. സഡൻലി, പെട്ടെന്ന്, ഐ റിമെമ്പേർഡ്, ഞാൻ ഓർത്തു. ദാറ്റ് ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ വി നീഡ് ടു കോൾ 101. ഇങ്ങനെയുള്ള എമർജൻസി സിറ്റുവേഷനിൽ ഞങ്ങൾ എവിടേക്ക് വിളിക്കണം? വി നീഡ് ടു കോൾ, വിളിക്കണം, 101ലേക്ക് വിളിക്കണം എന്നുള്ളത് ഞാൻ പെട്ടെന്ന് റിമെമ്പർ ചെയ്തു, ഓർത്തു. മൈ ഗ്രാൻഡ് മദർ ടോട്ട് മീ ദാറ്റ്. അല്ലെ, എൻ്റെ ഗ്രാൻഡ് മദർ, മുത്തശ്ശിയാണ് അതെന്നെ പഠിപ്പിച്ചത്. അല്ലെ, ടീച്ചിൻ്റെ പാസ്റ്റാണ് തോട്ട്, എന്നെ പഠിപ്പിച്ചത്. സൂൺ ദി ഫയർമാൻ കെയിം ആൻഡ് സേവ്ഡ് മൈ മദർ. അല്ലെ, പിന്നെന്താണ്, ആ ഫയർമാൻ വന്നു. അല്ലെ, 101ലേക്ക് വിളിച്ചപ്പോൾ ഫയർമാൻ വന്നു. ആൻഡ് സേവ്ഡ് മൈ മദർ, എൻ്റെ അമ്മയെ രക്ഷിച്ചു, സേവ് ചെയ്തു. ആൻഡ് ഐ റിസീവ്ഡ് ആൻ അവാർഡ് ഫോർ ബ്രേവറി. അങ്ങനെ എനിക്ക് ബ്രേവറിക്ക്, ധീരതയ്ക്കുള്ള അവാർഡ് റിസീവ് ചെയ്തു, കിട്ടി. അല്ലേ, ഐ റിസീവ്ഡ്, എനിക്ക് കിട്ടി. ആൻ അവാർഡ്, ഒരു അവാർഡ്. ഫോർ ബ്രേവറി, അല്ലെ, ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടി. ആക്ച്വലി ഐ ആം നോട്ട് എ ഹീറോ. അല്ലെ, ശരിക്കും ഞാൻ എന്താണ്, ഒരു ഹീറോ അല്ല. ഐ ആം നോട്ട് എ ഹീറോ. ഐ ജസ്റ്റ് ഡിഡ് ദി ഡ്യൂട്ടി ഓഫ് എ ഡോട്ടർ. അല്ലെ, ഒരു മകൾ എന്ന നിലയിലുള്ള ഡ്യൂട്ടിയാണ്, എൻ്റെ കടമയാണ് ഞാൻ ചെയ്തത്. ഐ ജസ്റ്റ് ഡിഡ് ദി ഡ്യൂട്ടി. അല്ലെ, ഞാൻ ആ ഡ്യൂട്ടി, എൻ്റെ കടമയാണ് ചെയ്തത്. ഐ ആൾസോ തോട്ട് ഇസാക്ക് വാട്ട് ടു ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ. ഞാൻ എന്തുകൂടി പഠിപ്പിച്ചു? ഐ ആൾസോ തോട്ട് ഇസാക്കിനെയും പഠിപ്പിച്ചു. വാട്ട് ടു ഡു ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന്. അത്യാഹിത ഘട്ടങ്ങളിൽ, എങ്ങനെ എമർജൻസി ആയിട്ടില്ലേ, നമുക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ, വീട് തീ പിടിക്കുക, അങ്ങനത്തെ എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? 101ലേക്ക് കോൾ ചെയ്യണം എന്നുള്ളത് ഞാൻ ഇസാക്കിനെയും കൂടി പഠിപ്പിച്ചിട്ടുണ്ട്. ഐ നെവർ ഫോർഗെറ്റ് ദിസ് ഡേ. ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല. ഐ നെവർ ഫോർഗെറ്റ്, ഞാൻ ഒരിക്കലും ഫോർഗെറ്റ് ചെയ്യില്ല, മറക്കില്ല. ദിസ് ഡേ, ഈ ദിവസം. ഡയറി അവസാനിക്കുമ്പോൾ ഞാൻ എന്താണ്, ഈ ദിവസം ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞിട്ട് ആ ഫീലിങ്ങോട് കൂടെ നിങ്ങൾക്ക് എല്ലാ ഡയറിയും അവസാനിപ്പിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ ഏത് നമ്പറിലേക്കാണ് വിളിക്കുക? അല്ലേ, മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. ആക്ടിവിറ്റി 2, റീഡ് ദി ഫോളോവിങ് സെൻറ്റൻസസ്. അല്ലേ, താഴെ തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് റീഡ് ചെയ്യാൻ. ആൻഡ് ചെക്ക് വെദർ ദേ ആർ ട്രൂ ഓർ ഫാൾസ്. അല്ലേ, ഇത് തെറ്റാണോ ശരിയാണോ, ട്രൂ ആണോ ഫാൾസ് ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. കളർ ദി അപ്രോപ്രിയേറ്റ് ബോക്സസ്. ആ ബോക്സസ്, അല്ലേ, ട്രൂ ആണെങ്കിൽ ആ ബോക്സ് കളർ ചെയ്യുക, ഫാൾസ് ആണെങ്കിൽ ആ ബോക്സ് കളർ ചെയ്യുക. ദിൽന ആൻഡ് ഇസാക്ക് വെർ പ്ലേയിങ് ഇൻ ദി ലിവിംഗ് റൂം. ദിൽനയും ഇസക്കും ലിവിംഗ് റൂമിൽ കളിക്കുകയായിരുന്നു. ശരിയാണോ? അല്ല, തെറ്റാണല്ലേ, ഫാൾസ് ആണ്. ദിൽനയും ഇസാക്കും ലിവിംഗ് റൂമിലാണോ കളിച്ചത്? അല്ല, ബാക്ക് യാർഡ് ഓഫ് ദർ ഹോം. അല്ലേ, അപ്പോൾ ഫാൾസിന് റെഡ് കളറിൽ കളർ ചെയ്യുക. അല്ലേ, ഫാൾസ് ആണ്, തെറ്റാണ്. ലിവിംഗ് റൂമിലല്ല അവർ കളിച്ചിരുന്നത്. എവിടെയാണ്? വീടിൻ്റെ മുറ്റത്തിലെ ബാക്കിലായിരുന്നു കളിച്ചിരുന്നത്. ബാക്ക് യാർഡ് ഓഫ് ദർ ഹോമിലല്ല അവർ പ്ലേ ചെയ്തിരുന്നത്. അപ്പോൾ ദിൽന ആൻഡ് ഇസക് വെർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ് ഓഫ് ദർ ഹോം. അല്ലേ, അവരുടെ വീടിൻ്റെ ബാക്ക് യാർഡിലാണ് അവർ കളിച്ചിരുന്നത്, ലിവിംഗ് റൂമിലല്ല. ദി ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു വേക്ക് ഹെർ അപ്പ്. ഫയർമാൻ ദിൽനയുടെ അമ്മയ്ക്ക് കുറച്ച് വാട്ടർ, അല്ലേ, സം വാട്ടർ കൊടുത്തു, ഗേവ് ചെയ്തു. ടു വേക്ക് ഹെർ അപ്പ്, അല്ലെ, അവളെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ട് വെള്ളം കൊടുത്തു. വെള്ളം കൊടുക്കുന്നുണ്ട്, പക്ഷേ എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, എഴുന്നേറ്റതിന് ശേഷമാണ് വെള്ളം കൊടുക്കുന്നത്.
അല്ലേ? ഒന്നുകൂടി ഫീൽ ബെറ്റർ ആവാൻ, ഒന്നുകൂടി നന്നാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. ആദ്യം ഇങ്ങനെ ഷെയ്ക്ക് ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെ കുലുക്കുകയാണ് ചെയ്യുന്നത്. എന്നതിന് ശേഷമാണ് വെള്ളം കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഫാൾസ് എന്ന് എഴുതാം. ദി ഫയർമാൻ ഗേവ് ദിൽനാസ് മദർ സം വാട്ടർ ടു ഹെൽപ്പ് ഹെർ ഫീൽ ബെറ്റർ. അല്ലേ? ഒന്നുകൂടി ഫീൽ ബെറ്റർ, ഒന്നുകൂടി ഉഷാറാവാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൊടുക്കുന്നത്. അല്ലേ? എഴുന്നേൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നെക്സ്റ്റ് തേർഡ് വൺ, ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ മദർ. ദിൽന റിമെമ്പർ ചെയ്തു, ഓർത്തു. ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ മദർ. അമ്മയുമായി കളിച്ച ഗെയിം. അമ്മയുമായിട്ടായിരുന്നു കളിച്ചത്, അല്ല മുത്തശ്ശിയുമായിട്ടാണല്ലേ, ഗ്രാൻഡ് മദറുമായിട്ട് കളിച്ച ഗെയിമാണ് ദിൽന ഓർക്കുന്നത്. അപ്പോൾ ഇത് തെറ്റാണ്. ഫോൾസ് എന്നുള്ളതിന് കളർ ചെയ്യുക. അപ്പോൾ ദിൽന റിമെമ്പേർഡ് ദി ഗെയിം ഷീ യൂസ്ഡ് ടു പ്ലേ വിത്ത് ഹെർ ഗ്രാൻഡ് മദർ ആണ്, മദർ അല്ലല്ലേ, ഗ്രാൻഡ് മദറുമായിട്ടാണ് കളിച്ചിരുന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ദിൽനയെ ഇൻവൈറ്റ് ചെയ്തു ടു ദി ഫയർ സ്റ്റേഷനിലേക്ക് ടു റിസീവ് ആൻ അവാർഡ്, ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ശരിയാണല്ലേ? ഫയർ സ്റ്റേഷനിലേക്ക് ദിൽനയെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടല്ലേ, ഒരു അവാർഡില്ലേ, ആ ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാണ്. അപ്പോൾ ട്രൂ എന്നുള്ള കോളം കളർ ചെയ്യുക. നെക്സ്റ്റ്, ദിൽന ഓവർകെയിം ദി എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസസ്. ദിൽന ഓവർകെയിം ദി എമർജൻസി സിറ്റുവേഷനെ മറികടന്നത്, ഓവർകെയിം ചെയ്തത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ബേസ്ഡ് ഓൺ ഹെർ പാസ്റ്റ് എക്സ്പീരിയൻസ്, അവളുടെ പഴയകാല എക്സ്പീരിയൻസ്, അനുഭവം വെച്ചിട്ടാണ് അവൾ അതിനെ ഓവർകം ചെയ്തത്. ഇത് ശരിയാണോ? അല്ല, തെറ്റാണല്ലേ. അത് വെച്ചിട്ടല്ലല്ലോ അവൾ ഓവർകം ചെയ്യുന്നത്. ഇതും ഫാൾസ് ആണ്. അപ്പോൾ ഫാൾസിനാണ് കളർ ചെയ്യേണ്ടത്. ദിൽന ഓവർകെയിം ദി എമർജൻസി സിറ്റുവേഷൻ ബേസ്ഡ് ഓൺ ദി ഗെയിം ഷീ പ്ലേഡ് വിത്ത് ഹെർ ഗ്രാൻഡ് മദർ. അല്ലേ? ഗ്രാൻഡ് മദറുമായിട്ട് കളിച്ചിരുന്ന ഒരു ഗെയിം അല്ലേ, ആ ഗെയിം വെച്ചിട്ടാണ് അവൾ, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ എമർജൻസി സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നത്. അല്ലേ? 101 വിളിച്ചിട്ട്, അല്ലാതെ അവളുടെ എക്സ്പീരിയൻസ്, അനുഭവം വെച്ചിട്ടല്ല. കറക്റ്റ് ദി ഫാൾസ് സെൻറ്റൻസസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദി സ്പേസ് ഗിവൺ ബിലോ. അല്ലെ? താഴെ തന്നിട്ടുള്ള ഈ സ്പേസിൽ ഫാൾസ് സെൻറ്റൻസിലെ തെറ്റായ സെൻറ്റൻസ് ഒക്കെ കറക്റ്റ് ചെയ്തിട്ടില്ലേ, ശരിയാക്കിയിട്ട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അപ്പം തന്നെ അവിടെ കറക്റ്റ് ആക്കിയിട്ട് ഓരോ സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്. ആ കറക്റ്റ് സെൻറ്റൻസ് ആക്കി എഴുതിയതൊക്കെ നിങ്ങൾ ഇങ്ങോട്ട് എടുത്ത് എഴുതേണ്ടതാണ്. ആക്ടിവിറ്റി 3, ലെറ്റ്സ് റീഡ് എ നോട്ടീസ്. അല്ലേ? നമുക്കൊരു നോട്ടീസ് റീഡ് ചെയ്യാം, വായിക്കാം. നോട്ടീസ് അല്ലേ, അതിൻ്റെ ഹെഡ്ലൈൻ എന്താണ് സബ്ജക്റ്റ്? ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ. അല്ലെ? ലിറ്റിൽ ഹീറോയെ ഹോണർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. GLPS ശ്രീപുരം, പ്ലേസ് ഓൺ 12 ജാനുവരി 2025 അറ്റ് 2 PM. അല്ലെ? ഡേറ്റും ടൈമൊക്കെ തന്നിട്ടുണ്ട്. വെന്യൂ സ്കൂൾ ഓഡിറ്റോറിയം. എവിടെയാണോ എവിടെയാണോ ഇത് നടക്കുന്നത് ആ സ്ഥലമാണ്, പ്ലേസ് ആണ് വെന്യൂ എന്ന് പറയുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ശ്രുതി. വി ആർ ഹാപ്പി, അല്ലേ? ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ടു ഇൻവൈറ്റ് യു, അല്ലേ? നിങ്ങളെ ക്ഷണിക്കുന്നതിൽ. ടു എ സ്പെഷ്യൽ പ്രോഗ്രാം, അല്ലെ? ആ ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. ടു ഹോണർ ശ്രുതി, അല്ലെ? ശ്രുതിയെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട്, അഭിനന്ദിക്കാൻ വേണ്ടിയിട്ടുള്ള ആ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ എന്താണ്? വി ആർ ഹാപ്പി, ഞങ്ങൾ സന്തോഷവാന്മാരാണ്. ദി റെസിപ്പിയൻറ്റ് ഓഫ് ദി ഉജ്ജ്വല ബാല്യം അവാർഡ് ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡി, അല്ലേ? സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പ്, ഇല്ലേ? പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത ആളാണ് ശ്രുതി എന്ന് പറയുന്നത്. അവൾക്ക് ഉജ്ജ്വല ബാല്യം അവാർഡ് കിട്ടിയ ആളാണ്. അപ്പോൾ സെൽഫ് സ്റ്റഡിക്ക്, സ്വയം പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത, കണ്ടുപിടിച്ച ശ്രുതി എന്ന ഉജ്ജ്വലം ബാല്യം അവാർഡ് കിട്ടിയ, റെസിപ്പിയൻറ്റ് ചെയ്ത ശ്രുതി എന്ന കുട്ടിയെ ഹോണർ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതിലേക്കാണ് എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നത്. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ്, അല്ലെ? പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ബൈ ദി ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസ മന്ത്രി, എഡ്യൂക്കേഷൻ്റെ മിനിസ്റ്റർ, വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ആൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം. എല്ലാവരെയും ആ പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. ആൾ ആർ വെൽക്കം, അല്ലെ? എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു, ക്ഷണിക്കുന്നു. ടു ദി പ്രോഗ്രാം, അല്ലെ? ഈ പ്രോഗ്രാമിലേക്ക്. ഹെഡ് മാസ്റ്റർ GLPS ശ്രീപുരം ഡേറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭാഗത്ത് ഡേറ്റ് എഴുതണം. ഈ നോട്ടീസ് അയക്കുന്നത് ആരാണെന്നുള്ളത് ഇവിടെ എഴുതണം. അല്ലെ? ഹെഡ്ലൈന്, ഡേറ്റ്, വെന്യൂ, പ്ലേസ് എഴുതണം. അപ്പോൾ ഈ നോട്ടീസിൻ്റെ താഴായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലേ. വാട്ട് ഈസ് ദി നോട്ടീസ് എബൌട്ട്? ഈ നോട്ടീസ് എന്തിനെ കുറിച്ചിട്ടുള്ളതാണ്? നോട്ടീസ് എന്തിനെ പറ്റിയിട്ടുള്ളതാണ്? ദി പ്രോഗ്രാം ഈസ് ഫോർ ഹോണറിങ് ശ്രുതി, അല്ലെ? ശ്രുതിയെ ഹോണർ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. ദി റെസിപ്പിയൻറ്റ് ഓഫ് ഉജ്ജ്വല ബാല്യം അവാർഡ് ഫോർ ഡെവലപ്പിംഗ് എ ലേണിംഗ് ആപ്പ് ഫോർ സെൽഫ് സ്റ്റഡി. സെൽഫ് സ്റ്റഡിക്ക് വേണ്ടിയിട്ട് ലേണിംഗ് ആപ്പ് ഡെവലപ്പ് ചെയ്ത ശ്രുതിയെ ഹോണർ ചെയ്യാനുള്ള പ്രോഗ്രാമാണ്. വാട്ട് ഈസ് ദി നോട്ടീസ് എബൌട്ട്? ഈ നോട്ടീസ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ദി പ്രോഗ്രാം ഈസ് ഫോർ ഹോണറിങ് ശ്രുതിയിലെ, ശ്രുതിയെ ഹോണർ ചെയ്യാനുള്ള പ്രോഗ്രാമാണ് ഇത്. വാട്ട് ഈസ് ദി ടൈറ്റിൽ ഓഫ് ദി പ്രോഗ്രാം? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്? ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ എന്താണ്? അതാണ് ഫസ്റ്റ് തന്നെ കൊടുത്തത്, ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ, അല്ലെ? ഹെഡ്ലൈൻ. തേർഡ് ക്വസ്റ്റ്യൻ, വേർ ഈസ് ദി പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? അല്ലെ? വേർ, എവിടെയാണ് ഈ പ്രോഗ്രാം ഹെൽഡ് ചെയ്യുന്നത്? നടക്കാൻ തീരുമാനിച്ച സ്ഥലം എവിടെയാണ്?
പ്ലേസ് ആണ് ചോദിച്ചത്. വേർ എവിടെയാണ്? വെന്യൂലെ. ഇതാണ് പ്ലേസ് അറിയുന്നത്. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. നടത്താൻ വേണ്ടി തീരുമാനിച്ച പ്ലേസ് എവിടെയാണ്? സ്കൂൾ ഓഡിറ്റോറിയമാണ്. അപ്പോൾ വേർ എവിടെയാണ്? വെന്യൂ എന്ന് പറയുന്നതാണ് പ്ലേസ് എന്ന് പറയുന്നത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, വെൻ ഈസ് ദി പ്രോഗ്രാം ഗോയിങ് ടു ബി ഹെൽഡ്? എപ്പോഴാണ് ഈ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിച്ചത്? വെൻ എപ്പോഴാണ്? ഓൺ 12 ജാനുവരി 2025 അല്ലേ, ഈ ഡേറ്റിനാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. അപ്പോൾ വെൻ എന്ന് പറയുമ്പോൾ എപ്പോഴാണ്, അപ്പോൾ ടൈമാണ് നമ്മൾ എഴുതേണ്ട, ആ ഡേറ്റ് ആണ് ചോദിച്ചത്. വേർ എന്ന് ചോദിച്ചാൽ എവിടെയാണ്, പ്ലേസ് ആണ്. ഹൂ വിൽ ഇനാഗുറേറ്റ് ദി പ്രോഗ്രാം? ആരാണ് ഈ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്നത്? ആരാണ്? അല്ലേ, ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അല്ലേ, വിദ്യാഭ്യാസ മന്ത്രിയാണ് അത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്. ആരാണ്? ഹൂ വിൽ ഇനാഗുറേറ്റ്, ആരാണ് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? ഇനാഗുറേറ്റഡ് ബൈ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ. ദിൽന became a hero. She was invited to ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ to receive an award. ദിൽന എന്താണ്? ഒരു ഹീറോ ആയിട്ടുണ്ട് അല്ലേ. ഷി വാസ് ഇൻവൈറ്റഡ്, അവളെ ഇൻവൈറ്റ് ചെയ്തു, ക്ഷണിച്ചു, ടു ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ, ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിലേക്ക്, ടു റിസീവ് ആൻ അവാർഡ് അല്ലെ, ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. പ്രിപ്പയർ എ നോട്ടീസ് ഫോർ ദി പ്രോഗ്രാം, ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാൻ, ഉണ്ടാക്കാനാണ് പറഞ്ഞത്. വെന്യൂ തന്നിട്ടുണ്ടല്ലേ, എവിടെയാണ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്, ആ പ്ലേസാണ് വെന്യൂ എന്ന് പറയുന്നത്. ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിലെ ഹാളിൽ വെച്ചാണ് അത് നടക്കുന്നത്. ഡേറ്റ് തന്നിട്ടുണ്ട്, ടൈം തന്നിട്ടുണ്ട്. ചീഫ് ഗസ്റ്റ് അല്ലെ, ഗസ്റ്റായിട്ട് വരുന്ന അതിഥി ആരാണ്? ഡിസ്ട്രിക്ട് കളക്ടറാണ്. ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമ്മൾ നോട്ടീസ് തയ്യാറാക്കണം. അപ്പോൾ ദിൽനൻ്റെ പ്രോഗ്രാം അല്ലേ, അതിലേക്ക് ആളുകളെ ക്ഷണിക്കാനുള്ള ഒരു ക്ഷണക്കത്താണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത്. എല്ലാവരും ആൾ ആർ വെൽക്കം എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ക്ഷണിച്ചുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് ഇന്ന ടൈമിനൊക്കെ എത്തണമെന്ന് അറിയിച്ചു കൊണ്ടുള്ള ഒരു ക്ഷണക്കത്താണ് ഈ നോട്ടീസ് എന്ന് പറയുന്നത്. നോട്ടീസ് എന്ന് ഹെഡ്ലൈൻ കൊടുക്കുക. ഹോണറിങ് അവർ ലിറ്റിൽ ഹീറോ അല്ലേ, ലിറ്റിൽ ഹീറോനെ ഹോണർ ചെയ്തുള്ള പ്രോഗ്രാമാണ്. ഇതാണ് ഹെഡ്ലൈൻ, മെയിൻ ഹെഡിങ്. ചെറുവപ്പാടി ഫയർ സ്റ്റേഷനാണ്. അതുപോലെ ഡേറ്റ് എന്താണ്? ഓൺ 10th ജൂലൈ 2025. വെന്യൂ അല്ലേ, നടക്കുന്ന പ്ലേസ് എവിടെയാണ്? ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിലെ ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഡിയർ ഫ്രണ്ട്സ് അല്ലേ, ഡിയർ ഫ്രണ്ട്സ്, വി ആർ ഹാപ്പി ടു ഇൻവൈറ്റ് യു ആൾ ടു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ദിൽന അല്ലേ. ഞങ്ങളെന്താണ്? ഹാപ്പിയാണ്, എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ഇതിലേക്ക്? ടു എ സ്പെഷ്യൽ പ്രോഗ്രാം അല്ലേ, ഒരു സ്പെഷ്യൽ പ്രോഗ്രാമിലേക്ക്. ടു ഹോണർ ദിൽന, ദിൽനയെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ട്. ദി റെസിപ്പിയൻറ്റ് ഓഫ് ദി ബ്രേവറി അവാർഡ് അല്ലേ, അവൾ ദിൽന ആരാണ്? റെസിപ്പിയൻറ്റ് ഓഫ് ദി ബ്രേവറി അവാർഡ് അല്ലേ, ധീരതയ്ക്ക് അവാർഡ് ലഭിച്ച റെസിപ്പിയൻ്റ് ആണ് ദിൽന എന്ന് പറയുന്നത്. ഫോർ സേവ് ഹർ മദർ ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ അല്ലെ, എന്തിനു വേണ്ടിയിട്ടാണ് അവൾക്ക് ആ ബ്രേവറിക്കുള്ള അവാർഡ്, ധീരതയ്ക്കുള്ള അവാർഡ് കിട്ടിയത്? ഫോർ സേവ് ഹെർ മദർ അല്ലെ, അവളുടെ അമ്മയെ രക്ഷിച്ചതിന് വേണ്ടിയിട്ട്. ഇൻ ആൻ എമർജൻസി സിറ്റുവേഷൻ, ഒരു എമർജൻസി, ഒരു അത്യാഹിത ഘട്ടത്തിൽ അവളുടെ അമ്മയെ രക്ഷിച്ചതിന് വേണ്ടിയിട്ട്, സേവ് ചെയ്തതിന് വേണ്ടിയിട്ടുള്ള അവാർഡാണ് ബ്രേവറി അവാർഡ് അവൾക്ക് കിട്ടിയത്. ആ വ്യക്തിയായ ദിൽനയെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നത്. ദി പ്രോഗ്രാം വിൽ ബി ഇനാഗ്രേറ്റഡ് ബൈ ദി ഹോണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ. അപ്പോൾ ഈ പ്രോഗ്രാം ഇനാഗ്രേറ്റ് ചെയ്യുന്നത് ആരാണ്? ഹോണറബിൾ ഡിസ്ട്രിക്ട് കളക്ടർ, ജില്ലാ കളക്ടറാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്. ആൾ ആർ വെൽക്കം ടു ദി പ്രോഗ്രാം, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു. ആൾ ആർ വെൽക്കം. ചെറുവപ്പാടി, ഡേറ്റ്, ഫയർമാൻ, ചെറുവപ്പാടി ഫയർ സ്റ്റേഷൻ. ചെറുവപ്പാടി ഫയർ സ്റ്റേഷനിലെ ഫയർമാൻ എഴുതുന്ന നോട്ടീസാണിത്. ആരാണോ ഈ നോട്ടീസ് തയ്യാറാക്കിയത്. അതുപോലെ ഡേറ്റ്, ഹെഡ്ലൈന്, ഡിയർ ഫ്രണ്ട്സ് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുക. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ആ പ്രോഗ്രാമിലേക്ക്, സബ്ജക്റ്റ് എഴുതുക അല്ലേ, ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത് അത് എഴുതുക. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് എല്ലാവരെയും ആൾ ആർ വെൽക്കം, എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നോട്ടീസ് ചെറുതാക്കി നല്ല ബോക്സിലൊക്കെ ആക്കിയിട്ട് മനോഹരമാക്കുക. ആക്ടിവിറ്റി 4, ദി ഫയർമാൻ ഹെൽപ്ഡ് ദിൽനാസ് മദർ വേക്കപ്പ്. ഫയർമാൻ ദിൽനയുടെ അമ്മയെ സഹായിച്ചു, ഹെൽപ്പ് ചെയ്തു. എന്തിന്? വേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉണരാൻ വേണ്ടിയിട്ട്. ദിൽന വിഷ്ഡ് ടു താങ്ക് ദം, ദിൽന എന്ത് വിഷ് ചെയ്തു? അവളെ താങ്ക് യു അല്ലേ, താങ്ക്സ് പറയണമെന്ന് അവൾ ആഗ്രഹിച്ചു. ഷീ മെയ്ഡ് എ കോൾ ടു ദി ഫയർ സ്റ്റേഷൻ, അങ്ങനെ അവൾ എന്താണ്, ഒരു കോൾ ചെയ്തു അല്ലേ, ടു ദി ഫയർ സ്റ്റേഷൻ, ഫയർ സ്റ്റേഷനിലേക്ക്. ഇനാക്ട് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദി ലേഡി ഓഫീസർ ഇൻ ദി ക്ലാസ്. അല്ല, അവർക്കിടയിൽ, ദിൽനയുടെയും ആ ലേഡി ഓഫീസറിലെയും ഇടയിൽ നടന്ന ആ കോൺവെർസേഷന് ആക്ട് ചെയ്യാൻ, ഇനാക്ട് ചെയ്യാനില്ലേ, ആക്ട് ചെയ്ത് അവതരിപ്പിക്കാനാണ് പറഞ്ഞത്. ദെൻ റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദിൽന ആൻഡ് ദി ഓഫീസർ. എന്നിട്ട് ആ ദിൽനയും ഓഫീസറും ഇടയിലുണ്ടായ ആ കോൺവെർസേഷൻ, സംഭാഷണം എഴുതുക. നിങ്ങളൊന്ന് എഴുതി നോക്കിയിട്ട് ഇതുപോലെ ആക്ട് ചെയ്യുക, കോൾ ചെയ്യുന്നതായി അഭിനയിച്ച് കാണിക്കാനാണ് പറഞ്ഞത്. ദിൽന അവളുടെ അമ്മയെ സേവ് ചെയ്തതിൽ, രക്ഷിച്ചതിന് താങ്ക്സ്, നന്ദി പറയാൻ വേണ്ടി വിളിക്കുന്ന ടെലിഫോണിക് കോൺവെർസേഷനാണ്. ഫസ്റ്റ് ദിൽന എന്താണ്? ഹലോ മാഡം, ഐ ആം ദിൽന കോളിംഗ് ഫ്രം ചെറുവപ്പാടി. ഞാനാണ് ദിൽന, ചെറുവപ്പാടിയിൽ നിന്നും വിളിക്കുന്നു, കോൾ ചെയ്യുന്നു. ലേഡി എന്ത് പറയും? ഓ, ഐ റിമെമ്പർ യു അല്ലേ, ഞാൻ നിന്നെ ഓർക്കുന്നു. ഹൗ ആർ യു ദിൽന, എങ്ങനെയുണ്ട്, സുഖമാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ എന്ത് പറയും? ഐ ആം ഫൈൻ മാം അല്ലേ, എനിക്ക് സുഖമാണ്. ലേഡി ഇപ്പം എന്തിനാ ഈ വിളി എന്നുള്ള ഡൗട്ട് ഉണ്ടാവില്ല ആ ലേഡിക്ക്. വൈ യു കോൾ അഗെയിൻ അല്ലേ, എന്തിനാണ് വീണ്ടും വിളിച്ചത്? ഈസ് ദർ എനി എമർജൻസി, എന്തെങ്കിലും എമർജൻസി ഉണ്ടോ അല്ലേ, എന്തെങ്കിലും അത്യാവശ്യ കാര്യം ഉണ്ടോ, അതിനാണല്ലോ ഇങ്ങോട്ട് വിളിക്കാറ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതിനെന്ത് പറയും? നോ മാം, ഇല്ല. ഐ കോൾഡ് യു ടു കൺവേ മൈ താങ്ക്സ് ടു യുവർ ഹോൾ ടീം അല്ലേ, ഞാൻ എന്തിനാണ് വിളിച്ചത്? ഐ കോൾഡ് യു അല്ലേ, ഞാൻ നിങ്ങളെ വിളിച്ചത്
ടു കൺവേ മൈ താങ്ക്സ് അല്ലേ, എൻ്റെ താങ്ക്സ് പറയാനാണ്. ടു യുവർ വോൾ ടീം അല്ലേ, വോൾ മീൻസ് മൊത്തം അല്ലേ, ടോട്ടൽ എല്ലാ ടീമിനോടും, നിങ്ങളുടെ ടീമിലുള്ള എല്ലാ മെമ്പേഴ്സിനോടും എന്താണ് താങ്ക്സ് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത്. ലേഡി എന്ത് പറയും? വിത്ത് അവർ പ്ലഷർ അല്ലേ, ഞങ്ങളുടെ പ്ലഷർ. ഇറ്റ്സ് എബൌട്ട് ഡ്യൂട്ടി, അതെന്താണ്? ഞങ്ങളുടെ ഡ്യൂട്ടിയാണ്. യു ഡിഡ് എ ഗ്രേറ്റ് ജോബ് ആക്ച്വലി, നീയാണ് ഒരു ഗ്രേറ്റ് ജോബ് ഇല്ല, നല്ല കാര്യം ശരിക്കും ചെയ്തത്. ആക്ച്വലി നീയാണ് ഗ്രേറ്റ് ജോബ് ചെയ്തത്. യു ആർ ദി റിയൽ ഹീറോ, നീയാണ് റിയൽ ഹീറോ അല്ലേ, ശരിക്കുള്ള ഹീറോ നീയാണ്. ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് ചെയ്തത്, നീയാണ് ആക്ച്വലി ഒരു നല്ല ജോബ്, ഗ്രേറ്റ് ജോബ് ചെയ്തത്, നീയാണ് റിയൽ ഹീറോ എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൽ എന്ത് പറയണം? താങ്ക്സ് പറയണം അല്ലേ. താങ്ക് യു മാം, വിത്ത് യുവർ ഹെൽപ്പ് ഐ വാസ് ഏബിൾ ടു സേവ് മൈ മദർ അല്ലേ, നിങ്ങളുടെ ഹെൽപ്പ്, സഹായം കൊണ്ടാണ് എൻ്റെ അമ്മയെ എനിക്ക് സേവ് ചെയ്യാൻ, രക്ഷിക്കാൻ കഴിഞ്ഞത്. വിത്ത് യുവർ ഹെൽപ്പ്, നിങ്ങളുടെ സഹായം കൊണ്ട്, ഐ വാസ് ഏബിൾ ടു സേവ് മൈ മദർ അല്ലേ, എനിക്ക് എൻ്റെ അമ്മയെ രക്ഷിക്കാൻ കഴിഞ്ഞു. യു ആർ വെൽക്കം ആൻഡ് ആൾവേസ് റിമെമ്പർ ദാറ്റ് ടു കോൾ 101 ഇൻ എനി എമർജൻസി. എപ്പോഴും എന്തോർക്കണം? ആൾവേസ് റിമെമ്പർ, എപ്പോഴും ഓർക്കണം. ടു കോൾ 101 അല്ലേ, 101 101 വിളിക്കാൻ. ഇൻ എനി എമർജൻസി, ഏത് എമർജൻസി ഉള്ള ഘട്ടങ്ങളിലും 101 വിളിക്കാൻ എപ്പോഴും ഓർക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ലേഡി. നെക്സ്റ്റ് ആക്ടിവിറ്റി 5. ഹിയർ ആർ സം പിക്ചേഴ്സ് വിച്ച് ഷോ സം എമർജൻസി സിറ്റുവേഷൻസ്. ഇവിടെ എന്താണ്? കുറച്ച് പിക്ചേഴ്സ് ഉണ്ട്, അതെന്ത് ഷോ ചെയ്യുന്നു, കാണിക്കുന്നു? സം എമർജൻസി സിറ്റുവേഷൻസ് കാണിക്കുന്ന പിക്ചേഴ്സാണ് ഇവിടെ തന്നത്. അതായത് അത്യാഹിത ഘട്ടങ്ങളിൽ. ഐഡൻറ്റിഫൈ ദി സിറ്റുവേഷൻസ് അല്ലേ, ഈ സിറ്റുവേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യാൻ, തിരിച്ചറിയാനാണ് പറഞ്ഞത്. ഇതെന്താണ്? ഒരു ഫയർ ആക്സിഡൻ്റ് ആണ് അല്ലേ, തീപിടുത്തമാണ്. ഇതെന്താണ്? റോഡ് ആക്സിഡൻ്റ് ആണ്, വാഹനാപകടം. ഇതെന്താണ്? ഒരു ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആണ് അല്ലേ, ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ചതില്ലേ, ബ്ലാസ്റ്റ് ചെയ്യുന്ന പിക്ചറാണ്, ഗ്യാസ് സിലിണ്ടർ ബ്ലാസ്റ്റ് ആണ്. ഇതെന്താണ്? ഡ്രോണിങ് ആണ്, ഒരു കുട്ടി എന്താണ് വെള്ളത്തിൽ മുങ്ങിത്തായുന്നത്, ഡ്രോണിങ്. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫ്, റൈറ്റ് ദം ബിലോ. ഇതുപോലത്തെ എമർജൻസി സിറ്റുവേഷൻസ് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. വാട്ട് ആർ സം അതർ എമർജൻസി സിറ്റുവേഷൻസ് വി മൈറ്റ് എക്സ്പീരിയൻസ് ഇൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള എമർജൻസി സിറ്റുവേഷൻസിൻ്റെ നെയിംസ് ഇവിടെ താഴെ എഴുതാനാണ് പറഞ്ഞത്. ബോംബ് ബ്ലാസ്റ്റ് അല്ലെ, ബോംബ് ബ്ലാസ്റ്റ് ചെയ്യുന്നത്, പൊട്ടിത്തെറിക്കുന്നത് ഒരു എമർജൻസി സിറ്റുവേഷനാണ്. അതുപോലെ ഫ്ലഡ് അല്ലെ, വെള്ളപ്പൊക്കം ഒരു എമർജൻസി സിറ്റുവേഷനാണ്. നമ്മൾ എന്താണ്, ആൾക്കാരൊക്കെ രക്ഷിക്കണം, പെട്ടെന്ന് രക്ഷിക്കേണ്ട ഒരു ഘട്ടമാണ്. അതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നാലും എന്താണ്, പെട്ടെന്ന് നമ്മൾ ആരോഗ്യ എമർജൻസി ആയിട്ട് രക്ഷിക്കേണ്ടതാണ്. ഇലക്ട്രിക് ഷോക്ക്, കറണ്ട് പിടിക്കുന്നത് അല്ലെ, സ്ട്രീറ്റ് ഡോഗ് അറ്റാക്ക് അല്ലെ, സ്ട്രീറ്റിലെ ഡോഗിൻ്റെ, നായയുടെ അറ്റാക്ക് അല്ലെ, നായയുടെ ആക്രമണം ഒക്കെ എന്താണ്, എമർജൻസി സിറ്റുവേഷൻസ് ആണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 6. റീഡ് ദി ഫോളോവിങ് സെൻറ്റൻസസ് കെയർഫുള്ളി. താഴെ തന്നിട്ടുള്ള ഈ സെൻറ്റൻസ് കെയർഫുള്ളായിട്ട് ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞത്. ദിൽന ആൻഡ് ഹെർ ബ്രദർ വെർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ്. ദിൽനയും അവളുടെ സഹോദരനും എന്താണ്, കളിക്കുകയാണ്. ഇൻ ദി ബാക്ക് യാർഡ് അല്ലേ, മുറ്റത്ത് കളിക്കുകയാണ്. ഷീ റാൻ ടു ദി ഡോർ, അവൾ ഡോറിൻ്റെ അടുത്തേക്ക് ഓടി. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്, എന്നിട്ട് ഡോർ തുറന്നു. നമ്മുടെ പാഠഭാഗത്തിൽ നിന്നുള്ള ഒരു സെൻറ്റൻസ് ആണിത്. ലുക്ക് അറ്റ് ദി വേർഡ്സ് അണ്ടർലൈൻഡ് അല്ലെ, അണ്ടർലൈൻ ചെയ്ത ഈ വേർഡ്സ് ശ്രദ്ധിക്കുക. ദേ ആർ നെയിമിംഗ് വേർഡ്സ് അല്ലെ, ഇവയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. നെയിമിംഗ് വേർഡ്സ് ആർ ദി നെയിംസ് ഓഫ് പീപ്പിൾ, പ്ലേസസ്, ആനിമൽസ് ആൻഡ് തിങ്സ്. നെയിമിംഗ് വേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദി നെയിം ഓഫ് പീപ്പിൾ, ആളുകളുടെ പേര്, അതുപോലെ പ്ലേസിൻ്റെ നെയിം, ആനിമൽസ് അല്ലെ, മൃഗങ്ങളുടെ നെയിം, ആൻഡ് തിങ്സ് അല്ലെ, ഏതെങ്കിലും വസ്തുക്കളുടെ നെയിം, അങ്ങനെ എന്തെങ്കിലും ഒരു നെയിം അല്ലെ, പേരിനെയാണ് നെയിമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദിൽന എന്നുള്ളത് ഒരാളുടെ, ഒരു പീപ്പിളിൻ്റെ, ഒരു വ്യക്തിയുടെ പേരാണ്. അപ്പോൾ അതൊരു നെയിമിംഗ് വേർഡാണ്. ബാക്ക് യാർഡ് അല്ലേ, അതൊരു പ്ലേസിൻ്റെ നെയിമാണ്. മുറ്റം എന്ന് പറയുന്നത് അതും എന്താണ്, ഒരു നെയിമിംഗ് വേർഡാണ്. ഡോറ് എന്ന് പറയുന്നത് ഒരു വസ്തുവിൻ്റെ, ഒരു തിങ് അല്ലേ, ഒരു തിങ്സ്, ഒരു സാധനത്തിൻ്റെ പേരാണ്. അപ്പോൾ അതും എന്താണ്, നെയിമിംഗ് വേർഡാണ്. അതുപോലെ ഒരു ആനിമൽ, ഡോഗ്, കാറ്റ്, ആ ആനിമൽസിൻ്റെ നെയിംസ് എല്ലാം എന്താണ്, നെയിമിംഗ് വേർഡ്സ് ആണ്. ഇതുപോലെ പ്ലേസസ്, സ്ഥലങ്ങളിലെ, മലപ്പുറം, കോഴിക്കോട്, അങ്ങനത്തെ പ്ലേസസ്, ഏത് സ്ഥലത്തിൻ്റെ പേരും എന്താണ്, നെയിമിംഗ് വേർഡാണ്. എന്തെങ്കിലും ഒരു പേരില്ലേ, സാധനത്തിൻ്റെ, ഒരാളുടെ, നിങ്ങളുടെ പേരെന്താണ്, രാജു, രമ, എന്ത് പേരാണെങ്കിലും എന്താണ്, അതൊക്കെ എന്താണ്, നെയിമിംഗ് വേർഡ്സ് ആണ്. ഫൈൻഡ് ഔട്ട് മോർ നെയിമിംഗ് വേർഡ്സ് ഫ്രം ദി സ്റ്റോറി ആൻഡ് റൈറ്റ് ദം ഹിയർ. സ്റ്റോറിയിൽ നിന്നുള്ള ഇതുപോലുള്ള നെയിമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് ഇവിടെ എഴുതാനാണ് പറഞ്ഞത്. ഈ കഥയിൽ എന്താണ്, ദിൽന എന്നുള്ള നെയിം ഉണ്ടല്ലേ, അതെന്താണ്, ഒരു നെയിമിംഗ് വേർഡാണ്. അതുപോലുള്ള ഒരു നെയിമാണ് ഇസാക്ക്, ഐസക്ക് എന്നുള്ള നെയിം. യാർഡ്, സ്കൈ, റെയിൻ, ഹൗസ്, പ്ലേറ്റ്, കുക്കീസ്, ടേബിൾ, ലിവിങ് റൂം, ഫ്ലോർ, ഐസ്, ടിയേഴ്സ്, മദർ, ഗ്രാൻഡ് മദർ, ഹാൻഡ്, ഫാദർ, എബ്രോഡ്, ഫയർ എൻജിൻ, ഫയർമാൻ, വാട്ടർ, ഡോട്ടർ, ഫയർ സ്റ്റേഷൻ. ഫയർ സ്റ്റേഷനൊക്കെ എന്താണ്, ഒരു പ്ലേസിൻ്റെ നെയിമാണ്. കുക്കീസ് ഒരു സാധനത്തിൻ്റെ നെയിമാണ്. ടേബിളിലെ ഒരു ഒബ്ജക്റ്റ്, ഒരു സാധനത്തിൻ്റെ നെയിമാണ് ടേബിൾ. ലിവിങ് റൂം, ഫ്ലോർ അല്ലേ, അങ്ങനത്തെ ഗ്രാൻഡ് മദർ, മദർ, ഫാദർ അല്ലേ, അതൊക്കെ എന്താണ്, ഓരോ ആളുകളുടെ പേരുകളാണ്. അപ്പോൾ അങ്ങനത്തെ നെയിംസ് എല്ലാം എന്താണ്, നെയിമിംഗ് വേർഡ്സ് ആണ്. ആക്ടിവിറ്റി 7. ലുക്ക് അറ്റ് ദി ഫോളോവിങ് പിക്ചേഴ്സ് അല്ലേ, തന്നിട്ടുള്ള പിക്ചേഴ്സ് നോക്കുക. ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ്.
ഫിൽ ഇൻ ദി ബ്ലാങ്ക്സിൽ ഈ ബ്ലാങ്ക്സ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക, ഫില്ല് ചെയ്യുക വിത്ത് സ്യൂട്ടബിൾ ആക്ഷൻ വേർഡ്സ് അല്ലെ, അനുയോജ്യമായിട്ടുള്ള ആക്ഷൻ വേർഡ്സ് ഉപയോഗിച്ചിട്ട്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ഷൻ വേർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, ഇതൊരു ആക്ഷനാണ് അല്ലേ. വള്ളി ചാടുക എന്ന് പറയുന്നത്, മരം കയറുക എന്ന് പറയുന്നതൊക്കെ ഒരു ആക്ഷനാണ്. ഓടുക, കളിക്കുക, ഫുഡ് കഴിക്കുക, അതൊക്കെ ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തിയാണ് ആക്ഷൻ വേർഡ് എന്ന് പറയുന്നത്. ദിൽന ഈസ് സ്കിപ്പിംഗ് അല്ലേ, ദിൽന എന്താണ്, സ്കിപ്പ് ചെയ്യുകയാണ്, വള്ളിച്ചാട്ടം ചാടുകയാണ്, സ്കിപ്പിംഗ്. ഇസാക്ക് ഈസ് ക്ലൈംബിംഗ് ദി ട്രീ. ഇസാക്ക് എന്താണ്, മരം കയറുകയാണ്. ക്ലൈംബിംഗ് എന്നുള്ളത് എന്താണ്, ആക്ഷൻ വേർഡാണ്. അപ്പോൾ ആക്ഷൻ വേർഡ്സ് ഇവിടെ ഫില്ല് ചെയ്യണം. ഇവരത് ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്, ഒരു കാര്യം ചെയ്യുകയാണ്, ക്ലൈംബ് കയറുകയാണ്. ദിൽന ഈസ് റീഡിങ് ദി ബുക്ക്. ദിൽന എന്താണ്, ബുക്ക് വായിക്കുകയാണ്. അപ്പോൾ റീഡിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ആക്ഷനാണ്, ആക്ഷൻ വേർഡാണ്. ദേ ആർ റണ്ണിങ് ഫാസ്റ്റ്. ഇവരെന്താണ്, ഓടുകയല്ലേ, റണ്ണിങ് ഫാസ്റ്റ് അല്ലേ. റണ്ണിങ് എന്ന് പറയുന്നത് ഒരു ആക്ഷൻ വേർഡാണ് അല്ലേ. ഓടുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിയാണ്. ദേ ആർ വാച്ചിങ് ദി ടി വിയിലെ, അവരെന്താണ്, ടി വി വാച്ച് ചെയ്യുകയാണ്, കാണുകയാണ്, അതൊരു പ്രവൃത്തിയാണ്, ആക്ഷൻ വേർഡാണ്. ദേ ആർ പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സിലെ, ഇവരെന്താ, കളിക്കുകയാണ്, പ്ലേയിങ് വിത്ത് ഫ്രണ്ട്സ്, ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുകയാണ്. പ്ലേയിങ് എന്നുള്ളത്, കളിക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷനാണ്, ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ അതെന്താണ്, ഒരു ആക്ഷൻ വേർഡാണ്. പ്ലേയിങ്, ഡാൻസിങ്, ഈറ്റിംഗ് ഇല്ലേ, കഴിക്കുക എന്നൊക്കെ പറഞ്ഞത് ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തിയാണ്. നെക്സ്റ്റ് ആക്ടിവിറ്റി 8. ദി ഫോളോവിങ് ഇവൻറ്റ്സ് ഫ്രം ദി സ്റ്റോറി ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് ആർ ജംബിൾഡ്. ലിറ്റിൽ ഹാൻഡ്സ് ബിഗ് കറേജ് എന്നുള്ള ഈ സ്റ്റോറിയിലെ കുറച്ച് ഇവൻറ്റ്സ് ആണ് ജംബിൾഡ് ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ചിതറിയിട്ട്, അതായത് ഓർഡറിലല്ല. അറേഞ്ച് ദി ഇവൻറ്റ്സ് ഇൻ ദി കറക്റ്റ് ഓർഡർ. ഈ ഇവൻറ്റ്സ് എല്ലാം കറക്റ്റായിട്ട് ഓർഡറിലാക്കാനാണ് പറഞ്ഞത്. അവസാനം വരേണ്ടത് ആദ്യവും ഇടയിലൊക്കെ മിക്സ് ആയിട്ട് ജംബിൾഡ് ആയിട്ടാണുള്ളത്. നമ്മളത് കറക്റ്റില്ലേ, ആദ്യം വരേണ്ടത് ആദ്യം എടുത്തെഴുതണം, രണ്ടാമത്തത് എടുത്തെഴുതണം. സ്റ്റോറീൻ്റെ ആ ഓർഡറിൽ കറക്റ്റ് ക്രമത്തിൽ എഴുതണം. നമ്മുടെ കഥയിൽ, സ്റ്റോറിയിൽ ഇതിൽ ആദ്യം നടന്നത് ഏതാണ്, ദിൽന റഷ്ഡ് ടു ഹർ മദർ ആൻഡ് ഷുക്ക് ഹർ ജെൻലി. അമ്മയുടെ അടുത്തേക്ക് കൊടുത്തിട്ട് അവളെ പിടിച്ച് കുലുക്കുന്നത് അതാണോ, അല്ല. 2 ഫയർമാൻ റഷ്ഡ് ഇൻ ടു ദി ഹൗസ്, വീട്ടിലേക്ക് വന്ന് ഫയർമാൻ, അതൊക്കെ ലാസ്റ്റിലേക്കാണ്. അപ്പോൾ ഫസ്റ്റ് നടന്നത് ഏതാണ്, ഫസ്റ്റ് നടന്നത് ഇതാണല്ലേ. ദിൽന ആൻഡ് ഹർ ലിറ്റിൽ ബ്രദർ വേർ പ്ലേയിങ് ഇൻ ദി ബാക്ക് യാർഡ്. ദിൽനയും അവരുടെ ലിറ്റിൽ ബ്രദറും ബാക്ക് യാർഡിൽ കളിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കഥ തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നടന്നത്. അപ്പോൾ ഫസ്റ്റ് നടന്നത് ഫസ്റ്റ് എടുത്തെഴുതുക. ദെൻ എന്താ നടന്നത്, ദേ സ്പോട്ടഡ് എ പ്ലേറ്റ് ഓഫ് കുക്കീസ് ഓൺ ദി ടേബിളിൽ അവരെന്താണ്, കുക്കീസ് കണ്ടു, അതാണ് നെക്സ്റ്റ് നടന്നത്. അപ്പോൾ അത് രണ്ടാമത് എഴുതുക. നെക്സ്റ്റ് മൂന്നാമതായി നടന്നത് ദിൽന റഷ്ഡ് ടു ഹർ മദർ ആൻഡ് ഷുക്ക് ഹർ ജെൻലി. ദിൽന എന്താണ്, അവളുടെ അമ്മയുടെ അടുത്തേക്ക് ഓടിയിട്ട് അവളെ പതുക്കെ കുലുക്കി, അതാണ് മൂന്നാമതായി നടന്നത്. നെക്സ്റ്റ് ഷീ റാൻ ടു ദി ഫോൺ ആൻഡ് ഡയൽഡ് 101 അല്ലേ, അവളെന്താണ്, ഫോൺ എടുത്തു എന്നിട്ട് 101 വിളിച്ചു, ഇതാണ് നാലാമത്തത്. നെക്സ്റ്റ് ആണ് 2 ഫയർമാൻ റഷ്ഡ് ഇൻ ടു ദി ഹൗസ് അല്ലേ, 101 വിളിച്ചപ്പോഴാണ് ഫയർമാൻ വീട്ടിലേക്ക് വന്നത്. അപ്പോൾ അത് അഞ്ചാമതാക്കി എഴുതുക. നെക്സ്റ്റ് ദി മദർ സ്മൈൽഡ് അറ്റ് ദി ഫയർമാൻ ആൻഡ് താങ്ക് ദം അല്ലേ, അവർ ഫയർമാനെ നോക്കി താങ്ക് യു പറയുന്നതാണ് നെക്സ്റ്റ് നടന്നത്. നെക്സ്റ്റ് 7th ആണ് ഇതിൽ, ദിൽന വാസ് ഇൻവൈറ്റഡ് ടു ദി ഫയർ സ്റ്റേഷൻ ടു റിസീവ് ആൻ അവാർഡ്. ഒരു അവാർഡ് റിസീവ് ചെയ്യാൻ, സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ദിൽനയെ ഫയർ സ്റ്റേഷനിലേക്ക് ഇൻവൈറ്റ് ചെയ്തതാണ് ലാസ്റ്റ് നടക്കുന്നത്. അപ്പോൾ ഓരോന്നും ക്രമത്തിൽ ഓർഡറിലാക്കിയിട്ട് നിങ്ങളിവിടെ എഴുതേണ്ടതാണ്. ഫസ്റ്റ് അവർ ബാക്ക് യാർഡിൽ കളിച്ചു, അപ്പോഴാണ് കുക്കീസ് കണ്ട് കഴിച്ചത്. നെക്സ്റ്റ് ആണ് അമ്മ തറയിൽ കിടക്കുന്നത് കണ്ടതും അമ്മയെ എന്താണ് എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നതും. ദെൻ ആണ് 101 ഡയൽ ചെയ്യുന്നത്. ദെൻ ഫയർമാൻ വീട്ടിലേക്ക് വരുന്നു, ലാസ്റ്റ് ഫയർമാനോട് താങ്ക് യു പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനമാണ് അവൾക്ക് എന്താണ്, ഫയർ സ്റ്റേഷനിലേക്ക് ഒരു അവാർഡിന് വേണ്ടിയിട്ട് അവളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. ദെൻ അവാർഡ് കിട്ടുന്നു അല്ലേ. അപ്പോൾ എന്താണ്, ആ കഥ ഓർഡറിൽ ഇങ്ങനെ ക്രമത്തിലാക്കി എഴുതുകയാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോയിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ബോക്സ് വഴി അറിയിക്കാനും മറക്കല്ലേ. ഇതിലുള്ള എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ ഇതിലുള്ള ചാപ്റ്റർ എന്താണ്, ഓരോ വേർഡ്സും മലയാളത്തിൽ എഴുതി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണാത്തവർക്ക് എന്താണ്, ക്ലാസ് 4 ഇംഗ്ലീഷ് എന്നുള്ള പ്ലേലിസ്റ്റ് നോക്കിയാൽ കിട്ടുന്നതാണ്.